ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡ് ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. ഇനി വെറും 3 എപ്പിസോഡ് കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 1 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയത്ത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഉമേമിയുടെയും ചോജിയുടെയും ഫൈറ്റ് ചെയ്യാണ്ട് എല്ലാവരും വായും പൊളിച്ചു നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ചോജി ഉമേമിയുടെ കാലിന്റെ ഇടയിലൂടെ ഇറങ്ങി അവന്റെ ജാക്കറ്റിൽ കയറി പിടിക്കുന്നു. പുറകിലൂടെ വന്ന ചോജി ഉമേമിയുടെ നട്ടിലിനിട്ട് ചോട്ടുന്നു. എന്നാൽ അത് കാര്യമാക്കാതെ ഉമേമിയ തിരിഞ്ഞു നിന്ന് അവനെ കുത്താൻ വേണ്ടി ശ്രമിക്കുവാണ്. പെട്ടെന്ന് തന്നെ ചോജി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്തുപറ്റി? ഞാൻ അവനെ നല്ല രീതിക്ക് തന്നെയല്ലേ അറ്റാക്ക് ചെയ്തത്, എന്നിട്ടും എന്നെ എതിർത്ത് എങ്ങനെ അവൻ ഇത്ര നേരം നിൽക്കാൻ പറ്റുന്നേ? അതിന് കാരണം നിന്റെ പഞ്ചസ് എല്ലാം വളരെയധികം ലൈറ്റ് ആണ്. ഇത് കേട്ട് ചോജിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഓ, അത് നിനക്കറിയില്ലേ? അതിന് കാരണം നീ തന്നെയാണ്. നിനക്കിപ്പോ യാതൊരു ഫീലിങ്സും ഇല്ല എന്ന് ടോമിയാമ്മ പറയുന്നു. ഓ, അതിനെ പറ്റി ആലോചിച്ചൊന്നും ഞാൻ ടെൻഷൻ ആവില്ല. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് നിന്നെ തോൽപ്പിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. നിന്നെ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ചോജി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവന്റെ അടിയെല്ലാം ഉമ്മേമിയെ തടയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചോജി ഉമേമിയെ കാല് വെച്ച് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്നു. താഴെ വീഴുന്ന ഉമേമിയുടെ മോന്ത കിട്ടുന്നതും കൊടുക്കുവാണ്. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ചോജി ചിന്തിക്കുന്നു. ഹേയ് ഡൂഡ്, ഞാൻ പറഞ്ഞില്ലേ നിന്റെ പഞ്ചസിന് യാതൊരുവിധ ഫീലിങ്സും ഇല്ല എന്ന് പറഞ്ഞ ഉമേമിയ അവന്റെ തലക്കിട്ടങ്ങ് കൊടുക്കുന്നു. താഴെ വീഴുന്ന ചോജിയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു. ശരിക്കും ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇതെനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്നാലും ഞാനല്ലേ ഇപ്പൊ എന്റെ ഫ്രീഡം എന്റെ കയ്യിൽ വെച്ചിരിക്കുന്നേ. സോ എന്റെ വഴിയിൽ വെറുതെ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞ് ചോജി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഉമേമിയ, നീ എന്താ പറഞ്ഞ്? ഫ്രീഡമോ എന്ന് പറഞ്ഞാ എന്താ? ഫ്രീഡം എന്ന് പറഞ്ഞാ നമുക്ക് വേണ്ട ഫണ്ണാടാ. ഓ, അപ്പൊ ഫണ്ണെന്ന് പറഞ്ഞാ നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. ഇതാ ഇപ്പൊ എന്നെ പോലെ എന്ന് പറഞ്ഞ ചോജി ഉമേമിയെ അടിക്കുന്നു. ഓ, എന്നിട്ടിപ്പോ ആ ഫണ്ട് നിനക്ക് കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് ഉമേമി അവനോട് പറയുന്നു. ഇത് കേട്ട് ചോജി ഒന്ന് സ്റ്റോപ്പ് ആവുന്നു. പതിയെ നീ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, നിന്റെ സന്തോഷവും നിന്റെ ആഗ്രഹങ്ങളും എല്ലാം. സോ ഇനിയുള്ള ഫൈറ്റ് ഒന്നും നിനക്ക് ഒട്ടും സാറ്റിസ്ഫൈ ആയിരിക്കില്ല. നീ നിന്റെ ഫോക്കസ് എല്ലാം ഫ്രീഡം, ഫൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ചെയ്തോണ്ടിരുന്നേ. എന്നാ ഇനി നിന്നെ കൊണ്ടത് പറ്റില്ല. കാരണം നിന്റെ കൂടെ ഇപ്പൊ ആരുമില്ല. ഇപ്പൊ നിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് എന്ന് ഉമേമി അവനോട് പറയുന്നു. ഇത് കേട്ട് ചോജി ടെൻഷനായിട്ട് ഉമേമിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഉമേമിയ, നിന്റെ ടീമിനെ കാണുമ്പോഴും എനിക്ക് ഒരുപാടധികം കഷ്ടം തോന്നുന്നു. അവർ നിന്നെ നല്ലൊരു ലീഡറായിട്ടാണ് കണ്ടത്, എന്ന് നീ അവരെ തന്നെ ഒരു ശത്രുവായിട്ടാ കണ്ടത്. പക്ഷെ എന്നാലും നീ നിന്റെ ടീമിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഒരിക്കലും നിനക്ക് നിന്റെ ടീംമേറ്റ്സിനെ ഹാപ്പി ആക്കാൻ പറ്റില്ലടാ എന്ന് ഉമേമി അവനോട് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഉമേമിയെ തന്നെ നോക്കുന്നു. ഇത് കേട്ട് നേരിനും തങ്ങളുടെ ലീഡറിനെ പറ്റി ആലോചിച്ച് അഭിമാനം തോന്നുന്നു. അടികൊണ്ട് ചോജിയും അതിനെ പറ്റി ആലോചിക്കുന്നു. അവിടെ എല്ലാവരുടെയും മുഖത്തുള്ള ചിരി കണ്ടിട്ട് ഒരുപാട് നാളായി. സോ തന്റെ ടീമിലുള്ള ഓരോരുത്തരും സ്ട്രോങ് അല്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരെ ഒഴിവാക്കുന്ന സമയത്ത് അവൻ അവന്റെ ഹാപ്പിനെസ് തന്നെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നു. എന്തിനാ ഞാനിങ്ങനെ ചെയ്തേ? വായടക്കടാ എന്ന് പറഞ്ഞ ചോ അവിടെ കിടന്നാലായിരുന്നു. ഇത് കേട്ട് ടോഗമി അവനെ തന്നെ നോക്കുന്നു. ശരി, എല്ലാം വിട്ടേക്ക് ഉമേമിയ, നിന്റെ ഈ പൊസിഷൻ പോലും എനിക്കിനി വേണ്ട. അത് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഒരുത്തനെ പോലും ഇനി എനിക്ക് വേണ്ട. പിന്നീട് നമ്മൾ കാണുന്നത് വരണ്ടുണങ്ങിയ ഒരു ഭൂമിയിലൂടെ നടന്നു പോകുന്ന ചോനെയാണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഒരുപാടധികം വരണ്ടുണങ്ങിയിരിക്കുന്നു. ഒരുപാട് ഇരുട്ടും വളരെയധികം തണുപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടായാലും ഇനി ഒരു മഴ വരാതെ ഈ സ്ഥലത്തിന് ഒരിക്കലും പഴയതുപോലെ ആവാൻ സാധിക്കില്ല. ഇപ്പൊ ഇതാ എന്റെ ഹൃദയവും ഇതുപോലെയായി മാറിയിരിക്കുന്നു. ഞാൻ എന്താ ഈ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ എന്താ മിസ് ചെയ്യുന്നേ? എനിക്കറിയില്ല. ഇനി എന്തൊക്കെ ചെയ്താലും എന്നെ കൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല. സോ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഇവിടെയുള്ള ആരും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ചോജി അവിടെ നിന്ന് അലറിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ആർക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ചോജി എന്ന് ടോഗമിയും വിളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചോജി ഉമേമിയെ വാരിക്കോരി അടിക്കുന്നതാണ്. തിരിച്ചു ഉമേമിയ അവനെ അടിക്കാനും ശ്രമിക്കുന്നില്ല. അവന്റെ കയ്യിൽ നിന്നും അടിമേടിക്കുന്ന ഉമേമിയെ നോക്കി അവനെന്താ ചോജിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യാത്തെ എന്ന് ഷീഷിട്ടോറിയൽ ആളുകൾ ചിന്തിക്കുന്നു. ഉമേമിയ, നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്ന് ചിന്തിക്കുവാണ് ടോഗമി. ഹേയ്, എന്താ ഈ കാണിക്കുന്നേ? നീയല്ലേ പറഞ്ഞ് 100% വിന്നാവാൻ നിനക്കാണ് സാധ്യത എന്ന്, എന്നിട്ട് നീ എന്താ ഈ ചെയ്യുന്നേ എന്ന് സാക്കുറയും ചോദിക്കുന്നു. അവനിപ്പോ ഉമേമിയെ കൊല്ലും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുവാണ് നേരിൻ. ഏയ് മിണ്ടാതെ അത് കാണടാ എന്ന് സുഗുവും പറയുന്നു. അങ്ങോട്ട് നോക്കിയാ അവർ കാണുന്നത് ചോജി ഉമേമിയെ വാരിക്കോരി അടിച്ചോണ്ടിരിക്കുന്നതാണ്. സോ അവന്റെ ദേഷ്യം തീരുന്നത് വരെ ചോജി ഉമേമിയെ അടിക്കുന്നു. ചോജി, എന്നോട് ക്ഷമിക്കുക. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല അത് പറഞ്ഞ്. നീ മാറണോന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞ്. നീ പഴയതുപോലെയല്ല ചോജി. ഇത് കേട്ട് ചോജി വായ അടക്കടാ എന്ന് പറഞ്ഞ് ഉമേമിയെ അടിക്കുന്നു. അടി കൊണ്ടിട്ടും ഉമേമി അവനോട്, നീ കാരണം ഓരോരുത്തരും ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നീയായിട്ടൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ
നിനക്കെല്ലാം നഷ്ടപ്പെടും. നീ ആ പഴയ ചോജിയായിട്ട് തിരിച്ചു പാടാ. നിന്നോട് മിണ്ടാണ്ടിരിക്കാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഷോജി ഉമേമിയുടെ കഴുത്തിൽ കടിക്കുന്നു. വളരെ ശക്തിയിൽ ഉമേമിയെ കടിച്ച് മുറിവേൽപ്പിക്കുന്ന ഷോജിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമേമിയ തലോടുന്നു. ജോജി, നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. നീ വിചാരിച്ചു കഴിഞ്ഞാ നിന്നെ കൊണ്ട് പഴയതുപോലെ ആവാൻ പറ്റും. എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഉമേമിയെ അടിക്കുവാണ് ജോജി. അന്ന് നമ്മൾ നടത്തിയ ഫൈറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾക്കിടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാലും നമ്മൾ അതൊന്നും ഒരുപാട് എൻജോയ് ചെയ്തു. നിനക്കത് ഓർമ്മയില്ലേ എന്ന് ഉമേമിയ ചോജിയോട് ചോദിക്കുന്നു. ഇത് കേട്ട് ടോഗമി ഉമേമിയെ തന്നെ നോക്കുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് ചോജി പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഫ്യൂരിനും ഷിഷിഡോറിനും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം, ഹേയ് ഡ്യൂഡ്, നീ ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനാണ്. എന്നെ വീണ്ടും നീ അടികൊള്ളാതെ രക്ഷിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേട്ട് ഒരുപാട് പേർ എന്നെയും നീ രക്ഷിച്ചിട്ടുണ്ട് എന്ന് ഷോജിയോട് പറയുന്നു. ഏയ്, അതൊന്നും കുഴപ്പമില്ലടാ. നമ്മളൊക്കെ വളരെ വെളുത്തായിട്ടുള്ള ആളുകളാണെന്ന് അവർ കാണിച്ചു കൊടുക്കണ്ടേ, അതിനു വേണ്ടി ചെയ്തതാ. ഓ, ഒരു മിനിറ്റ്. ഏയ് ഉമേമിയ, ഇന്നുണ്ടായിരുന്ന ഫൈറ്റ് വളരെയധികം ഫണ്ണായിരുന്നു. തീർച്ചയായിട്ടും ഒരു ദിവസം കൂടി നമുക്ക് ഫൈറ്റ് ചെയ്യണം. ശരി, ഞങ്ങൾ പോവാ. ടേക്ക് കെയർ, പിന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് ചോജി അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട് ഉമേമിയ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. നിനക്ക് ഓർമ്മ വന്നു ചോജി, നിന്റെ ഓരോരോ പഞ്ചും എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിനക്കിപ്പോ ഓർമ്മ വന്നു. കുഴപ്പമില്ല, ഇപ്പൊ നിനക്കത് ഓർമ്മ വന്നുവെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്ത് കാര്യത്തിനാ മാറിയതെന്ന് എനിക്ക് അറിയില്ല. എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് വേണ്ട ഫണ്ണ് അത് ഈ ഫൈറ്റ് ആണെങ്കിൽ ഒന്നിനെയും പറ്റി ആലോചിക്കാതെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഫൈറ്റ് ആക്കി മാറ്റരുത് എന്ന് പറഞ്ഞ ഉമേമിയ അവന്റെ അടുത്തോട്ട് നടന്നു വരുന്നു. ഇത് കണ്ട് ചോജി പുറകോട്ട് നടക്കുവാണ്. പെട്ടെന്ന് തന്നെ ഉമേമിയ അവന്റെ രണ്ട് ചെവിയും പൊത്തുന്നു. ഇപ്പോഴെങ്കിലും നിനക്കെല്ലാം ഓർമ്മ വന്നോ ചോജി? നിന്റെ ഗാങ്ങിലെ ടോപ്പ് പൊസിഷനിൽ നീ എന്തിനാ വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ ഉമേമിയ അവനെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഉമേമിയ എന്ന് പറയുവാണ് ടോഗമി. അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കട ചോജി എന്ന് പറഞ്ഞ ഉമേമിയ അവന്റെ തലക്കിട്ടടിക്കുന്നു. അടികൊണ്ട ചോജി സ്ലോ മോഷനിൽ താഴെ വീഴുവാണ്. ഇവിടെ എന്താ നടക്കുന്നേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തത് അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ എന്ന് പറഞ്ഞ ചോജി താഴെ വീഴുന്നു. ഹേയ് ചോജി, എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? വാ, നമുക്ക് പോവാനുള്ള സമയമായി എന്ന് മറ്റു മെമ്പേഴ്സ് എല്ലാവരും അവനെ വിളിക്കുന്നു. ഈ പൂച്ചയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതാ കുറച്ചു നേരം നോക്കി നിന്നേ. ഏയ് ചോജി, നീ വളരെയധികം ഡിഫറെന്റ് ആടാ. ക്യൂട്ടായിട്ടുള്ള പൂച്ചയെ കളിപ്പിക്കാനും നിനക്കറിയാം, ഒരു മോൺസ്റ്ററിനെ അടിച്ച് താഴെ ഇടാനും നിനക്കറിയാം. നീ ഞങ്ങളുടെ ലീഡർ ആയതിൽ ഞങ്ങൾക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. ഏയ് മതി മതി, എന്നെ കൂടുതൽ പുകഴ്ത്തല്ലേ. ശരി, നമുക്ക് അടുത്തത് ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യാം എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അവരെല്ലാവരും ഒരുപാടധികം ചിരിക്കുന്നു. സോ അപ്പൊ അവൻ ഒരുപാടധികം ഹാപ്പി ആയിരുന്നു. അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചോജി തിരിഞ്ഞു നോക്കി. ഇതാണല്ലേ ആ ഫണ്ണ്. എന്നെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവരിൽ നിന്നും കിട്ടുന്നതാണ് ഈ ഹാപ്പിനെസ്. അപ്പോഴാണ് ചോജി തിരിഞ്ഞു നോക്കി ടോഗമ്മിയെ വിളിക്കുന്നത്. ടോഗമ്മി അവിടെ വെച്ച് അവൻ ഒരുപാടധികം ഒറ്റയ്ക്കാവുന്നു. ചുറ്റിലും ഒരുപാട് ഇരുട്ടാവുന്നു. ഹാരിമ, കാനമ, ചോജി, എവിടെയാ എല്ലാവരും? അവൻ നിൽക്കുന്ന സ്ഥലം ഒരു ഗ്ലാസ് പോലെ അവന് തോന്നുന്നു. പൊട്ടിയ ഗ്ലാസ് എടുത്ത് അവൻ കയ്യിൽ പിടിക്കുന്നു. എന്നാ അത് പാറിപ്പോവാണ്. അപ്പോഴാണ് കുറച്ചു ദൂരെയായിട്ട് ആരെയോ അവൻ കാണുന്നത്. ഹേയ് ടോഗമ്മി, നീയാണോ അത് എന്ന് പറഞ്ഞ് അവൻ കാലെടുത്ത് വെച്ചത് ആ ഗ്ലാസ് പൊട്ടി അവൻ താഴെ വീഴുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? തീർച്ചയായിട്ടും ഇതൊരു സ്വപ്നമായിരിക്കും, പക്ഷേ ഒരുപാടധികം നന്നായിട്ടുണ്ട്. താഴെ വീണ ചോജി കണ്ണു തുറക്കുമ്പോ കാണുന്നത് ടോഗമീനെയാണ്. വളരെ വ്യത്യസ്തമായിട്ട് അവനെ നോക്കുന്നത് കണ്ടിട്ട്, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് ഇതൊക്കെ കണ്ട് എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നു. ഓ, ഞാൻ തോറ്റുപോയല്ലേ. ആ അത് വിട് ടോഗമി, ഞാനൊരു സ്വപ്നം കണ്ടു. അത് ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെല്ലാവരും പണ്ടത്തെ പോലെ ഒരുപാടധികം ചിരിച്ചു കളിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചിരിച്ചു കളിക്കുന്നത് കാണുമ്പോഴേ എനിക്കും ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. സോ ചിരിക്കടാ എന്ന് പറയുവാണ് ജോജി. ഇത് കേട്ട് ടോഗമി ജോജിയെ തന്നെ നോക്കുന്നു. എന്നോട് ക്ഷമിക്കടാ, നിന്നെ പലപ്പോഴും പലതിൽ നിന്നും ഞാൻ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിട്ടാ. നീ മാറണമെന്ന് വിചാരിച്ചിട്ടാ. അന്ന് നീ എന്തെങ്കിലും മാറുമെന്ന് വിചാരിച്ചിട്ടാ നിനക്ക് പകരം ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ നിന്നെ തനിച്ചാക്കി ഞങ്ങൾ എല്ലാവരും തനിയെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്കും പറ്റി. അതിനെല്ലാം കാരണം ഞാനാ. ഇതെല്ലാം ഞാൻ ചെയ്തത് ഞാൻ ആഗ്രഹിച്ച ആ സ്വപ്നം അത് നടക്കണമെന്ന് വിചാരിച്ചിട്ടാ. എന്ത്, ഇതെല്ലാം നിന്റെ സ്വപ്നമായിരുന്നോ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തോട്ട് നോക്കുന്നു. അവിടെ അതാ മറ്റൊരു ടോഗമി താഴെ വീണ് പൊട്ടിയ ആ ഗ്ലാസ് അവന് ഒട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. അതിലവരെല്ലാവരും ഉണ്ട്. ചോജി, നമ്മളുടെ ആ പഴയ ടീം എല്ലാവരും ഒത്തുചേർന്ന് ചിരിച്ചു കളിച്ചിരിക്കുന്നത്, അതാണ് എന്റെ ഡ്രീം. അതെപ്പോ നടക്കുമെന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അതുകൊണ്ടാ നീ ചെയ്യേണ്ട ജോലി ഞാൻ ഏറ്റെടുത്തത്. നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അത് മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ. നിനക്ക് വേണ്ടി ഞാൻ മാറിയാ നീ മാറുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല ശരിയെന്ന് എനിക്കൊരാൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ ടോഗമി സാക്കുറ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കടാ നിന്നെ ഒറ്റയ്ക്കാക്കിയതിന് എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് ടോഗമി. ജോ, എനിക്കറിയാം നമ്മളെല്ലാവരും വളരെയധികം സ്ട്രോങ് ആയിട്ടിരുന്ന വളരെയധികം ഫണ്ണായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അതിനു മുൻപും നമ്മൾ ഒരുപാടധികം ഫണ്ണായിരുന്നു. അതിൽ നിന്നും
ഞാൻ മാത്രമാണ് മാറിയത്. നമ്മളെ ചുറ്റിലുള്ളവരെ നമ്മളെപ്പോഴും ഹാപ്പി ആക്കി വെച്ചാൽ മതി. നമുക്ക് വേണ്ട ഹാപ്പിനെസ് അവര് തന്നെ നമുക്ക് തരും എന്ന് പറഞ്ഞ് അവരിപ്പോ ഒരു മലയുടെ അടിവാരത്ത് നിൽക്കുന്നു. ശരിവാ, നമുക്ക് എല്ലാവർക്കും മുകളിലോട്ട് പോവാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഓടുന്നു. ഒരു ഫ്രീഡം കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഇതെല്ലാം തന്നെ ചെയ്തു. മലമുകളിലിരിക്കുന്ന ഒരു ട്രഷർ പോലെ അതിനകത്ത് നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കാലിയായിരുന്നു. സോ ഇപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ കണ്ട ലക്ഷ്യം വേറെയായിരുന്നു. ഇതിനു മുൻപുണ്ടായിരുന്നതായിരുന്നു യഥാർത്ഥ ഹാപ്പിനെസ്. ഞാൻ കാരണം എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് ഞാൻ മാത്രം ഒറ്റയ്ക്കായതുപോലെ എനിക്ക് തോന്നുന്നു. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന. അതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരെയും എപ്പോഴും ഹാപ്പി ആക്കി വെക്കണം. അതാണ് ശരിക്കും യഥാർത്ഥ ഫ്രീഡം. സോ പൊട്ടിപ്പൊളിഞ്ഞ ആ ചില്ലിനകത്ത് നിന്നും ഞാൻ പുറത്തു വന്നേ പറ്റൂ. ഇതിനെല്ലാം ഒരവസാനം കണ്ടെത്തണം. ഹേയ്, നീ എന്തേ ചെയ്യുന്നേ എന്ന് ടോഗമി ചോദിക്കുന്നു. ഇല്ല, ഹുമേമിയ എന്നെ എല്ലാം മനസ്സിലാക്കി തന്നു. നമ്മളെല്ലാം ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങും. ഇതിനെല്ലാം കാരണം ഞാനാ. ഇതെല്ലാം എന്റെ തെറ്റാ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടടാ എന്ന് ചോജി ടോഗമിയോട് പറയുന്നു. ഇത് കേട്ട് ടോഗമിയും അവിടെ നിന്ന് കരയുന്നു. കരയല്ലടാ, എന്റെ മനസ്സ് ഒരുപാടധികം വേദനിക്കുന്നുണ്ട്. കരയല്ലടാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കരയല്ലടാ, കരയല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ചോജിയും. ഇത് കണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ഒരുപാടധികം നന്ദിയുണ്ട് ടോഗമി. ഇതെല്ലാം ഞാൻ അവസാനിപ്പിക്കാൻ പോവാ എന്ന് പറഞ്ഞ് ചോജി ഉമ്മയമ്മയുടെ അടുത്തോട്ട് നടക്കുവാണ്. അവന്റെ ജാക്കറ്റ് ഊരി ഉമ്മയമ്മയ്ക്ക് കൊടുക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുവാണ്. നീ എന്നെ തോൽപ്പിച്ചത് കൊണ്ട് ഈ ലയൺസ് നിനക്കുള്ളതാ എന്ന് പറഞ്ഞ് ചോജി ആ ജാക്കറ്റ് അവന് നേരെ നീട്ടുവാണ്. ഇത് കണ്ട് ആരിമ, ഹേയ് നിൽക്ക്, ഒരു മിനിറ്റ്, ഞാൻ ഈ സ്ഥാനത്തു നിന്നും ഒഴിയുവാണ്. ഇനി മുതൽ ഈ ലയൺസ് നിനക്കുള്ളതാണ്. ഇത് മേടിക്കുക. ഇത് കണ്ട് ടോഗമിയും അവന്റെ ജാക്കറ്റ് ഊരുന്നു. ഡേയ്, എന്ത് സ്മെല്ലോട്, ഇതൊന്ന് അണക്കിക്കൂടെ? നിന്നോട് ഇപ്പൊ ആരാ ഇത് എനിക്ക് തരാൻ പറഞ്ഞേ? ഞാൻ നിന്നോട് ചോദിച്ചോ? നിന്റെ ടീമിനെ ഞാൻ തോൽപ്പിച്ചു കഴിഞ്ഞാ നിന്റെ ടീം ഞാൻ എടുക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? തുടക്കം തൊട്ടേ ഞാൻ നിന്നോട് പറഞ്ഞതാ എനിക്ക് ഇതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ലെന്ന്. പിന്നെ എന്റെ ടീമിലെ ആളുകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇത് കേട്ട് സാക്കുറയും മറ്റുള്ളവരും ഷോക്കായിട്ട് നിൽക്കുന്നു. ശരി, ഞാനൊരു പ്ലാൻ പറയാം. ഇനി നമ്മൾ വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇന്ന് നടന്ന ഫൈറ്റ് എന്തായാലും നന്നായിരുന്നു. ഇനി ഇതുപോലെ നമുക്ക് ഫൈറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ശരി, എല്ലാവരും കാണികളായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാടധികം നന്ദിയുണ്ട്. ഇത് കേട്ട് ആരിമയും ഇവിടെ എന്തുവാടേ നടക്കുന്നേ എന്ന് ചിന്തിക്കുവാണ്. ഹേയ് ഉമേമിയ, നീ ശരിക്കും ഫണ്ണാണല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സോജി. ശരി ശരി, ഇനി ഇവിടെ നിന്ന് സമയം കളയാതെ എല്ലാവരും വീട്ടിലോട്ട് പോക്കോ. അപ്പൊ എല്ലാം അവസാനിച്ചില്ലേ? ഓക്കെ, ടാറ്റ എന്ന എല്ലാവരോടും ഉമേമിയ പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ നമ്മൾ ചെയ്യുന്ന തെറ്റ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തു വരുന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മുടെ വിജയം. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവിടെ തൊട്ട് നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.